റാസുവ ജില്ലയിലെ റാസുവങ്ങാടി പട്ടണം. നേപ്പാൾ ടിബറ്റ് ചൈന ബോർഡറിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമല്ലേ? എന്നാൽ ആ പട്ടണത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. അങ്ങനെ മറ്റൊരു പ്രളയം കൂടി അങ്ങ് നേപ്പാളിൽ. ടിബറ്റ് ചൈന നേപ്പാൾ ബോർഡറിലാണ് ഈ സംഭവം നടന്നത്. വലിയ ഹിമാനി ഒലിച്ചിറങ്ങി ഒരു നഗരത്തെ മുഴുവൻ വിഴുങ്ങി. ഈ പ്രതിഭാസത്തെ അവലാൻസ് എന്നാണ് വിളിക്കുന്നത്. വെള്ളപ്പൊക്കം നടന്നത് നേപ്പാൾ റസുവ ജില്ലയിലാണ്. ഒരു മലയോര മേഖലയാണ്. ബോസ്തെ കോശി നദിയിലൂടെ ആ ഹിമവാളികൾ ഉരുകി ബോസ്തെ കോശി നദിയിൽ ഒലിച്ചിറങ്ങി. ആ ഒലിച്ചിറങ്ങിയതിൽ വലിയ മഞ്ഞും മണ്ണും വെള്ളവും എല്ലാം കൂടെ കലർന്ന് ഒലിച്ച് വലിയ വേഗതയിലാണ് എത്തിയത്. ആ എത്തിയതിൽ പാലവും റോഡും എല്ലാം ഒലിച്ചു. ഏകദേശം 300 മുതൽ 15,000 ആളുകളെയാണ് കാണാതെ പോയത്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരുപാട് ഇന്ത്യക്കാർ സന്ദർശിക്കുന്ന ഒരു പ്രദേശമാണ് ഈ നേപ്പാളിലെ പല പ്രദേശങ്ങളും. നേപ്പാൾ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ്, ഇതെല്ലാം ഹിമാലയത്തിന്റെ ഭാഗങ്ങളാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അവിടുത്തെ മല എന്ന് പറയുമ്പോൾ ഒരു സ്ലേറ്റ് പോലത്തെ മലയാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ കട്ടിയുള്ള മലകളാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സ്ലേറ്റ് പോലെയാണ്. എപ്പോഴും ഇടിവുണ്ടാവും. ഇപ്പോൾ തന്നെ ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളിലും 6 മണി കഴിഞ്ഞാൽ യാത്രാ നിരോധനമാണ്. അല്ലെങ്കിൽ ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ മിക്ക സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ നേപ്പാളിൽ തന്നെ പല സ്ഥലങ്ങളിലും 6 മണി കഴിഞ്ഞാൽ യാത്രാ നിരോധനമാണ്. കാര്യം എപ്പോഴാണ് മണ്ണിടിയാം, അല്ലെങ്കിൽ ഇതേപോലെ പാറകൾ ഇടിഞ്ഞു വീഴാം. ഈ സ്ലേറ്റ് പോലെ ഇടിഞ്ഞു വീഴുന്നത്. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടാൽ അറിയാം. ഈ മേൽക്കൂരയൊക്കെ ഈ സ്ലേറ്റ് കൊണ്ടാണ് ഈ മേൽക്കൂരയൊക്കെ പണിഞ്ഞിരിക്കുന്നത്. വലിയ കട്ടിയുള്ള പാറകളല്ല ഈ ഹിമാലയത്തെ പല സ്ഥലങ്ങളിലും ഉള്ളത്. യഥാർത്ഥത്തിൽ ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഹിമാലയത്തിലെ മിക്ക പ്രദേശങ്ങളും പരിസ്ഥിതി ലോല മേഖലയും കൂടിയാണ്. ഏകദേശം 300ഓളം മരണങ്ങൾ സ്ഥിരീകരിച്ചു. 1000-1500 പേരോളം മിസ്സിംഗ് ആയിരുന്നു. ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളും തമിഴ്നാട്ടുകാരും എല്ലാം ഈ റസുവ ജില്ലയിൽ സന്ദർശിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ പ്രദേശമാണ് അവിടെയൊക്കെ. ഹിമാലയ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഈ ബോസ്തെ കോശി നദിയാണ് ഇത് ഒഴുകി നമ്മുടെ ബീഹാറിലെ തൃശൂർ നദിയിലേക്ക് എത്തുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിൽ വെച്ചവർ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കാണാതാവുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കുകയാണെങ്കിൽ, ഈ മഞ്ഞുവാളി ലെൻഡക്പല എന്ന സ്ഥലത്താണ്. നേപ്പാൾ ടിബറ്റ് ചൈന ബോർഡറിലാണ്. ഈ മഞ്ഞുവാളി ഒലിച്ചിറങ്ങി ഒരു ഡാമിനാണ് എത്തുന്നത്. ആ ഡാം തകർത്ത് ആ ഒരു വെള്ളം അതിശക്തമായി മുന്നോട്ട് പോയി അതെത്തുന്നത് ബോത്തെ കോശി നദിയിലേക്കാണ്. അങ്ങനെ എത്തിയ ഈ വലിയ മഞ്ഞുപാളിയും വെള്ളവും മണ്ണുമെല്ലാം റസുവ ജില്ലയെ മൊത്തത്തിലങ്ങ് മൂടുകയാണ്. ഒരു ഗ്രാമം തന്നെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പട്ടണം തന്നെ ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി.